Introduction of Financial Management. Okay, 1 minute. Okay, anyway, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് നമുക്ക് കടന്നു പോവുക? സപ്പോസ് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കും, നിങ്ങൾ ഏതൊക്കെ സ്റ്റെപ്സ് കൂടിയാണ് കടന്നു പോവുക? ഫസ്റ്റത്തെ സ്റ്റെപ്സ് എന്തായിരിക്കും? നിങ്ങൾ എനി ഐഡിയ? മെസ്സേജ് ചെയ്തോളൂടാ. ഇനിയിപ്പോ വോയിസ് ഓപ്പൺ ആക്കി പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ. എന്തൊക്കെയായിരിക്കും നമ്മളെ ഫസ്റ്റത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാല്? ആദ്യത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഐഡിയ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, എന്താ ചെയ്യേണ്ടത്? ഐഡിയ ജനറേറ്റ് ചെയ്യലാണ് ഫസ്റ്റത്തെ സ്റ്റെപ്സ്. ഓക്കെ, ഐഡിയ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പിന്നെ എന്തായിരിക്കും വരിക? ഐഡിയ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും വരിക? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു ടീ ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, ഒരു ടീ ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. കൂടുതലായിട്ട് നമ്മളിപ്പോ ഒരു ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഷെയർ ചെയ്ത് കാണില്ലേ? ഇപ്പൊ പേജ് മാറിയിട്ടില്ലേ? ഒരു വൈറ്റ് ബോർഡാണോ കാണുന്നു? നോക്കിയേ. PDF സാറേ കാണുന്നത്. ഏതാണ്? സ്റ്റേജസ് 1 PDF അല്ല, ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്തായിരുന്നു. PDF 1 2 അല്ല. ഓക്കെ, വെയിറ്റ്. ഒരു ഓപ്പൺ വൈറ്റ് ബോർഡ് കാണുന്നില്ലേ? നോക്കിയേ. ഒരു മിനിറ്റ് കേട്ടോ, വൈറ്റ് ബോർഡ് കിട്ടുന്നില്ല. വൺ മിനിറ്റ്. ഓക്കെ, ഇപ്പൊ കണ്ടല്ലോ വൈറ്റ് ബോർഡ്. അപ്പൊ നമ്മള് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ബേസിക് ക്വസ്റ്റ്യൻസ്, നമ്മൾ ബേസിക് സ്റ്റാർട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഭാഗം നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യും.
ഐ ഡി ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യാം, നമുക്ക് ഒരു ടീ ഷോപ്പാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ടീ ഷോപ്പ്, സാധാ ടീ ഷോപ്പില്ലേ, ടീ ഷോപ്പാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങളാണ് ടീ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ ഫസ്റ്റത്തെ സ്റ്റെപ്സ് എന്തായിരിക്കും നോക്കുക? ഫസ്റ്റത്തെ സ്റ്റെപ്സ് എന്താ പറഞ്ഞോളൂ, ഡൗട്ടുകളൊക്കെ നോക്കാം. ഫസ്റ്റത്തെ സ്റ്റെപ്സ് എന്താ നോക്കുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ടീ ഷോപ്പ് തുടങ്ങാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം, വേണ്ടേ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്ഥലം കണ്ടുപിടിക്കണം. ഓക്കെ, പ്ലേസ് കണ്ടുപിടിക്കണം. ഓക്കെ, അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യണം അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ പ്ലേസ്, ബിൽഡിങ്, അതുപോലെ തന്നെ അതിന് നമ്മൾ പ്ലേസിന് നമ്മൾ ടെക്നിക്കലി പറയുന്നത് എന്താണ്? ഓക്കെ, ലാൻഡ് കണ്ടുപിടിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പറയാം, ലാൻഡിന് 30 ലക്ഷമാണ്. ഓക്കെ, ലാൻഡിന് എത്ര? 30 ലക്ഷമാണ് വരുന്നത്. ഓക്കെ, ബിൽഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് അവിടെ 15 ലക്ഷം വരും. ഓക്കെ, ഒരു ടീ ഷോപ്പാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ചെയർ വേണം ആൻഡ് ടേബിൾ വേണം. ചെയറും ടേബിളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മേടിക്കണമെങ്കിൽ നമുക്കൊരു 6 ലക്ഷത്തിന് ചെലവ് വരും. പിന്നെ നമുക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, നമുക്ക് ഈ സ്നാക്സും ആ ടൈപ്പ് ഓഫ് സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞത് ഫിക്സഡ് അസറ്റിന്റെ കേസസ് ആണ് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ നമുക്ക് എന്ത് പറയേണ്ടി വരും, നമുക്ക് നമ്മൾ ടീ പൗഡർ വാങ്ങി വെക്കേണ്ടി വരും. ടീ പൗഡർ, സ്നാക്സ്, ഷുഗർ, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യലി തുടങ്ങുന്ന സമയത്ത് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ വാങ്ങേണ്ടി വരും. ഇതിനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊരു നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും എന്ത് വേണ്ടി വരും, ഒരു എമൗണ്ട് ആയിട്ടുള്ള 4 ലക്ഷം രൂപ വേണ്ടി വരും എന്ന് കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ നോക്കുന്നത്? ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ടീ ഷോപ്പ് തുടങ്ങാൻ എന്തൊക്കെ ഐറ്റം വേണം, അല്ലെങ്കിൽ എന്തൊക്കെ അസറ്റ് വേണം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അല്ലെ? രണ്ടാമത് ഇതിന്റെയൊക്കെ പൈസ എന്ന് പറയുന്നത് എത്ര വേണം എന്നുള്ളത്. അപ്പൊ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വേണ്ടത് ഇവിടെ നോക്ക്, 30, 15, 45, then 6, 51, 4, 55 ലക്ഷമാണ് നമുക്ക് എന്ത് വേണ്ടത്, നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വേറെ ഒന്നുമല്ല. രണ്ടാമത്തെ സ്റ്റെപ്സ് എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ സ്റ്റെപ്സ് എന്താണ്, നമുക്ക് ഏതൊക്കെ ഐറ്റമാണ് അല്ലെങ്കിൽ ഏതൊക്കെ അസറ്റുകളാണ് വേണ്ടത് എന്നുള്ള ലിസ്റ്റിലാണ് ആദ്യത്തെ ഐറ്റം അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്സ്. രണ്ടാമത്തെ എന്താണ്, അതിന്റെയൊക്കെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എത്രയാ വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്സ് എന്നാൽ നിങ്ങളൊരു മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ചാൽ, നമ്മളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ പ്രോഫിറ്റ് ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് ആദ്യം എന്തുണ്ടാവില്ല, പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴാ പ്രോഫിറ്റ് ഉണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സമയം എടുക്കും. അപ്പൊ അതുവരെ നമുക്ക് സ്ഥാപനം മുന്നോട്ട് പോകണ്ടേ? ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ഒരു കൺസൾട്ടിങ് ഫേം ആണ് തുടങ്ങിയത് എന്ന് വിചാരിക്കും. ഓക്കെ, കൺസൾട്ടിങ് ഫേം തുടങ്ങി ആരെങ്കിലും നിങ്ങൾക്ക് വർക്ക് കൊണ്ടു തരുമോ? ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ എന്താണ്, ഫസ്റ്റ് ആരും വന്ന് നമുക്ക് വർക്ക് തരില്ല, കുറെ സമയം പിടിക്കും. നമ്മൾ ആ ക്ലച്ച് പിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയാത്തതിന് പറയുന്ന ടൈം എടുക്കും നമുക്കൊരു ബിസിനസ് സക്സസ് ആവാന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കണം എന്താ വെച്ചാല്, ആദ്യത്തെ ഒരു 1 ഇയർ അറ്റ്ലീസ്റ്റ്, ഇപ്പൊ ഞാനൊക്കെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആ ബിസിനസിന്റെ ആദ്യത്തെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ആദ്യത്തെ 1 ഇയർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യത്തെ എക്സ്പെൻസുകൾ ഉണ്ടാവില്ല, ഡേ ടു ഡേ എക്സ്പെൻസുകളും ഇല്ലേ, ഡേ ടു ഡേ എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ചെലവാക്കിയേ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്താ നോക്കേണ്ടത്, നമ്മൾ ആദ്യം പിന്നെ ക്യാപിറ്റൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി എത്ര എക്സ്പെൻസ് വരും എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ ഡെയിലി നമുക്ക് മനസ്സിലാവേണ്ട, ഒരു കൊല്ലത്തേക്ക് ഡെയിലി ആയിട്ടുള്ള ഈ ഡേ ടു ഡേ എക്സ്പെൻസ് ആയിട്ട് ഒരു 10 ലക്ഷം രൂപ വേണം എന്നുള്ള മനസ്സിലായി. ഓക്കെ, അങ്ങനെ മൊത്തം നമുക്ക് കൊണ്ടുവരേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഒരു 65 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കയ്യിൽ നിന്ന് എടുക്കും അല്ലെ, നമ്മളെ കയ്യിൽ നിന്ന് സേവിങ്സ് ഉണ്ടെങ്കിൽ സേവിങ്സ് നിന്ന് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യും. ഓക്കെ, ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യും. അപ്പൊ ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 2 ബാങ്ക് ഉണ്ട്. ഒന്ന് PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓക്കെ, രണ്ടാമത് നമ്മളെ സംബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, SBI ഉണ്ട്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് SBI ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ
ഐയിലാണ് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണെങ്കിൽ അവർ പറയുന്നത് 10% ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണെങ്കിൽ അവർ പറയുന്നത് 12%. നിങ്ങൾ എവിടുന്നാ ലോൺ എടുക്കുക? SBI നിന്നാണോ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നാണോ? പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ. ഓക്കെ, ഇതാണ് നിങ്ങളെ അടുത്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം തന്നെ വരുന്ന ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആയിട്ട് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ സ്റ്റെപ്സ് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 എന്താണ്? ഡിസൈഡ് വിച്ച് അസറ്റ് ടു ബൈ. എന്തൊക്കെ അസറ്റാ വേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ? രണ്ടാമത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ വാട്ട് ഈസ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. രണ്ടാമത് എന്താണ്? നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലെന്നോ, നമ്മൾ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇത്രയും ഐറ്റം വേണം അല്ലെ? എത്ര ഐറ്റം വേണം? ഇത്രയും ഐറ്റം വേണം. ഇത്രയും ഐറ്റം പർച്ചേസ് ചെയ്താൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, അപ്പൊ 55 ലക്ഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് ഡെയിലി ക്യാഷ് റിക്വയർമെന്റ് എത്രയാണ്. മൂന്നാമത്തെ സ്റ്റെപ്സ് എന്താ കണ്ടത്? ഹൗ മച്ച് ക്യാഷ് he would need to run daily operation. ഡെയിലി ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്സ് പറയുന്നത്. നാലാമത്തെ നെക്സ്റ്റ് സ്റ്റെപ്സ് ഈസ് ഡിസൈഡ് വാട്ട് ഓൾ റിസോഴ്സ് ഡസ് എന്റർപ്രണർ നീഡ് ടു ടാപ്പ് ടു ഫിനാൻസ് ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. എവിടെ നിന്നാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഇതാണ് നമ്മളൊരു ബിസിനസ് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താന്ന് പറഞ്ഞില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും സ്റ്റെപ്സസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അല്ലെ, സ്റ്റെപ്സ് കൂടെ ഗോ ത്രൂ പോയാലേ നമുക്ക് ഇനീഷ്യലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ, നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അസ്യൂം ചെയ്യാം. വെരി ക്ലിയർ? ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് ഒരു 50 ലക്ഷത്തിന്റെ ബിസിനസ് ആണ് തുടങ്ങേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ചായപ്പീടികയുടെ നമുക്ക് ടോട്ടൽ വേണ്ടത് 50 ലക്ഷമാണ്. ക്ലിയർ ആണോ? 50 ലക്ഷമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ഈ 50 ലക്ഷം എങ്ങനെ റൈസ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം, വേണ്ടേ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? ഈ 50 ലക്ഷമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ നോക്കുക? നമുക്ക് ഇത് എവിടെന്നാ റേസ് ചെയ്യാന്നുള്ളത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് റൈസിംഗ് ഓഫ് ഫണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഡ്രോ ചെയ്ത് തന്നെ വരണം കേട്ടോ, എന്റെ കൂടെ തന്നെ ഡ്രോ ചെയ്ത് തന്നെ. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ച് 50 ലക്ഷം വേണം. 50 ലക്ഷം ആണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് അത് എവിടെ നിന്നാണ് റേസ് ചെയ്യേണ്ടത്? ഈ റേസ് ചെയ്യുന്നത് നമുക്ക് 2 സോഴ്സ് നിന്നാണ്. ഏതൊക്കെയാണുള്ളത്? ഒന്ന് നമുക്ക് പറയാനുള്ളത് ഓണേഴ്സ് ഫണ്ട്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ക്ലിയർ? അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് എന്ത് ചെയ്യണം? ബാങ്കിൽ നിന്ന് ലോണൊക്കെ ചോദിക്കണം. ആ ബാങ്കിൽ നിന്ന് ലോൺ ചോദിക്കണമെങ്കിൽ അതിനെ നമ്മൾ ടെക്നിക്കലി പറയുന്നത് ബോറോഡ് ഫണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 2 സ്ഥലത്തു നിന്നാണ് എന്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാം കേട്ടോ. എവിടെന്നൊക്കെയാ ഫണ്ട് റൈസ് ചെയ്യുന്നത്? ഒന്ന് സ്വന്തം കയ്യിൽ നിന്ന്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടിന്റെ അടുത്ത് നിന്ന് ലോൺ ആയിട്ട് മേടിക്കുന്നത്. അപ്പൊ നമുക്ക് 2 സ്ഥലത്തു നിന്നാണ് ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക. ഒന്ന് ഓൺഡ് ഫണ്ട് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട്. ഈ ഓൺഡ് ഫണ്ടിന്റെ വേറൊരു പേരാണ് നമ്മൾ എന്ത് പറയാ? ഇക്വിറ്റി എന്ന് പറയുന്നത് കേട്ടോ. എവിടെന്നാ പറയാ? നമ്മളെ സംബന്ധിച്ച് ഇക്വിറ്റി. ഓക്കെ, ഇക്വിറ്റി. ബോറോഡ് ഫണ്ടിന്റെ വേറൊരു പേരാണ് ഡെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താ? ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് PNB അല്ലെ നമുക്ക് വരുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നമുക്ക് വരുന്നത് 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ നമുക്ക് SBIയിൽ വെറും 6% ഉള്ളൂ എന്നെങ്കിൽ നമ്മൾ എന്താ നോക്കുക? നമ്മൾ 6% ഉള്ളവർന്നല്ലേ ഫണ്ട് റേസ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ എന്താ അവിടെ നോക്കുന്നത്?
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനാണ് നോക്കുക കേട്ടോ. എന്താണ് കുറയ്ക്കാൻ നോക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനാണ് നോക്കുന്നത്. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ? നമ്മൾ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് വരുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മളിപ്പോ ബോറോഡ് ഫണ്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോസ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് കുറയ്ക്കാനാണ് നമ്മൾ ഇവിടെ നോക്കുക. അപ്പം ഒന്ന് നമുക്ക് ഈ ഫണ്ട് നമുക്ക് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫിനാൻഷ്യൽ മാനേജർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, നമുക്ക് ആവശ്യമുള്ള ഫണ്ട് എവിടെ നിന്ന് റേസ് ചെയ്യണം. എവിടെ നിന്നൊക്കെയുള്ളത്? നമുക്ക് രണ്ട് സോഴ്സിൽ നിന്ന്, ഓണേഴ്സ് ഫണ്ട് ഓർ ബോറോഡ് ഫണ്ട് ആണ്. ക്ലിയർ ആയോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് എവിടേക്കാ ഇൻവെസ്റ്റ് ചെയ്യുക? രണ്ട് സ്ഥലത്താണ് മെയിൻലി ഇൻവെസ്റ്റ് ചെയ്യുക. എവിടേക്കാ ഇൻവെസ്റ്റ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഒരു ഷോപ്പ് നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വേണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് മേടിക്കേണ്ടി വരും? നമുക്ക് ഇന്റീരിയർ ഡിസൈൻ ചെയ്യേണ്ടി വരും, കുറെ ചെയർ മേടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അതിനെയാണ് എന്ത് പറയാ? ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ല ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഇതിനെ പറയുന്നതാണ് ഫണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്താ പറയാ? ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ടെക്നിക്കലി നെയിംസ് പറയുന്നത് ഓർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് എന്നാണ് പറയാ കേട്ടോ. യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് എന്നാണ് പറയാ. ഓക്കെ, ഈ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് നമുക്ക് രണ്ട് സ്ഥലത്താണുള്ളത്. എവിടേക്ക് രണ്ട് സ്ഥലത്ത് ഉണ്ടാവുക? മെയിൻലി നമുക്ക് വരുന്നത് ഒന്നെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കണം, അല്ലെ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മളൊന്ന് ഫിക്സഡ് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ മാത്രമാണോ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത്? ഇൻഷുറൻസ്. വേറെ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഈ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമ്മളെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ഒന്ന്, ഓക്കെ, കറന്റ് അസറ്റിൽ ഓബിയസ്ലി നിങ്ങൾ പറയുന്ന കറക്റ്റ് തന്നെയാണ്. കറന്റ് അസറ്റിൽ ഓക്കെ, ഒന്ന് എന്താ വെച്ചാലും ഈ ഫണ്ട് വരുന്ന ഫണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നായിരിക്കും എന്തുണ്ടാവുക, കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. ഇപ്പം എന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്താ പറയും? ഞാൻ പറയും, എടാ എനിക്ക് എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല, നീ ഒരു 10 ലക്ഷം താ, ഞാൻ ബാങ്ക് ലോൺ അപേക്ഷിച്ചിട്ടുണ്ട്, ബാങ്ക് ലോൺ കിട്ടുന്ന സമയത്ത് തരാന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളെന്താ പറയും? ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് ലൈബിലിറ്റി? കറന്റ് ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ ഈ ഫണ്ട് എന്തായാലും നമുക്ക് ഒരു കൊല്ലത്തേക്കുള്ള റണ്ണിങ് കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണല്ലോ നമ്മൾ ഫണ്ട് റൈസ് ചെയ്തത്. നമ്മൾ സപ്ലയറെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? കടത്തിനായിരിക്കില്ലേ സാധനം വാങ്ങിയിട്ടുണ്ടാവുക. നമ്മളെന്താ പറയാ? ഇപ്പൊ ചായപ്പീടി ആണെങ്കിൽ നമ്മൾ പപ്സ് മേടിക്കുന്ന സമയത്ത് തന്നെ പൈസ കൊടുക്കില്ല. നമ്മളെല്ലാവരും ഷോപ്പിലാരോട് പറയുന്നത് എന്താ? രാവിലെ പറയും 10 എണ്ണം ഇറക്കിക്കോ, വൈകിട്ട് സെറ്റിൽ ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ ഈ ഫണ്ട് നമ്മൾ കറന്റ് അസറ്റ് മേടിക്കാനും അതുപോലെ തന്നെ കറന്റ് ലൈബിലിറ്റി സെറ്റ് ചെയ്യാനും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെ ടെക്നിക്കലി പറയാം. ടെക്നിക്കലി എന്താ പറയാ? ടെക്നിക്കലി പറയുന്നത് എന്താ വെച്ചാൽ കറന്റ് അസറ്റും കറന്റ് ലൈബിലിറ്റിയും ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് നമ്മൾ പറയാ? വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ, നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രണ്ട് സ്ഥലത്താണ്. ഒന്ന് വർക്കിംഗ് ക്യാപിറ്റലിലും ഒന്ന് എന്താ വരിക? ഫിക്സഡ് അസറ്റിലും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എഴുതി വെക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലൈബിലിറ്റി. ക്ലിയർ ആയോ അതുവരെ? ഇതുവരെ ക്ലിയർ ആയോ? ഓക്കെ, റെഡി. അങ്ങനെ നമ്മൾ ഒരു കൊല്ലൊക്കെ ബിസിനസ് മുന്നോട്ട് പോയി. നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് വിചാരിക്കുക പ്രോഫിറ്റ് കിട്ടി ബിസിനസ്സിൽ. ഓക്കെ, പ്രോഫിറ്റിന്റെ വേറൊരു പേരാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് കിട്ടി. നമ്മളിവിടെ പ്രോഫിറ്റിന് യൂസ് ചെയ്യുന്ന വേറൊരു ടേംസ് ആണ് ഏണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഏണിംഗ് ഉണ്ടായി, ഏണിംഗ് ഉണ്ടായി. ഓക്കെ, പ്രോഫിറ്റ് കിട്ടി, അതാണ് ഏണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടായെന്ന് ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായി നിങ്ങളുടെ സ്ഥാപനത്തിൽ, നിങ്ങൾ എന്ത് ചെയ്യും?
എന്ത് ചെയ്യാം? മെറ്റീരിയൽസ് വാങ്ങിക്കും, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും. എന്താണ് ചെയ്യാ? പറഞ്ഞു അതിന്റെ ടേം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ട് നോക്കി, നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 6 ലക്ഷം മാറ്റി വെക്കുന്നുണ്ട് അല്ലെ? നമുക്ക് ഭാവിയിൽ നമുക്ക് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 6 ലക്ഷം മാറ്റി വെക്കൂലേ? നമുക്ക് അങ്ങനെയല്ലേ, എന്ത് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് മാറ്റി വെക്കും. ഓക്കെ, ഈ മാറ്റി വെക്കുന്ന പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? മാറ്റി വെക്കുന്ന സമയത്ത് ബിസിനസ്സിൽ നിലനിർത്തുമ്പോൾ നമ്മൾ ടെക്നിക്കലി യൂസ് ചെയ്യുന്ന നെയിം എന്താ? ടെക്നിക്കലി യൂസ് ചെയ്യുന്ന പേരെന്താ? റീറ്റെയിൻ. ഓക്കെ, റീറ്റെയിൻ എന്നുള്ള പേരാണ് കേട്ടോ പറയാ. റീറ്റെയിൻ റിസർവ് അല്ല, റീറ്റെയിൻ ഏണിങ്സ് എന്നാണ് പറയാ കേട്ടോ. അപ്പൊ റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് കഴിയോ? റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് അതിന്റെ മീനിങ്. റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഫിറ്റിൽ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യും? ബിസിനസ്സിൽ മാറ്റി വെക്കും. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ അഡീഷണലി നമുക്കൊരു പുതിയ ബ്രാഞ്ച് വേണം, നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക? ഈ ഒരു റീറ്റെയിൻ ഏണിങ്സ് എന്നാണ് എടുക്കുക. എക്സാക്ട്ലി റിസർവിലേക്ക് മാറ്റി വെക്കുന്ന പരിപാടി തന്നെ, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഈ റീറ്റെയിൻ ഏണിങ്സ് ഏതാണ്? ഡെറ്റ് ഫണ്ടാണോ ബോറോഡ് ഫണ്ടാണോ? സോറി, ഡെറ്റ് അല്ല, ഇക്വിറ്റി ഫണ്ടാണോ അതല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടാണോ? ഏതാ? റീറ്റെയിൻ ഏണിങ്സ് ഡെറ്റ് ഫണ്ടാണോ അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ടാണോ? ഏതാ പറഞ്ഞോ? ഇക്വിറ്റി ഫണ്ട്. കാരണം പ്രോഫിറ്റ് ആരതാ? ഓണേഴ്സിനാണ്. ഓണേഴ്സിന്റെ ഫണ്ടൊക്കെ എന്താണ്? ഇക്വിറ്റി ഫണ്ടാണ്. അപ്പൊ നമുക്ക് പറയാം ഈ റീറ്റെയിൻ ഏണിങ്സ് എന്താണ്? ഇക്വിറ്റി ഫണ്ടാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താ ഏണിങ്സ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കുറച്ച് മാറ്റി വെക്കും. ഈ മാറ്റി വെക്കുന്ന പ്രോഫിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റീറ്റെയിൻ ഏണിങ്സ്. ഓക്കെ, അപ്പൊ 10 ലക്ഷത്തിൽ നിങ്ങൾ ഒരു 6 ലക്ഷം മാറ്റി വെച്ച് വെക്കി. ആ 6 ലക്ഷത്തിനാണ് റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ 4 ലക്ഷം നിങ്ങളപ്പം കൊണ്ടുപോകില്ലേ? പ്രോഫിറ്റ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകില്ലേ? അതിന് പറയുന്ന പേരെന്താ? അതിനെന്താ പറയാ? നിങ്ങൾ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ആ ടേമിന് പറയുന്ന പേരെന്താ? ഡിവിഡൻഡ്. യെസ്, ഡിവിഡൻഡ്. അതന്നെ, ഡിവിഡൻഡ്. ഓക്കെ, അപ്പൊ അത് മറക്കരുത് കേട്ടോ. പ്രോഫിറ്റ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയാ? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ശരിക്കും പ്രോഫിറ്റ് കൊടുക്കുന്നല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി? ശരിക്കും ഡിവിഡൻഡ് ശരിക്കും പ്രോഫിറ്റ് കൊടുക്കുന്നത് പറഞ്ഞാൽ അതിന് നമ്മൾ ടെക്നിക്കലി പറയുന്നത് ഡിവിഡൻഡ് എന്നാണ്. ഓക്കെ, അപ്പം ഏണിങ്സിന്റെ കുറച്ച് സാധനം റീറ്റെയിൻ ചെയ്യും. അതിനെ നമ്മൾ എന്ത് പറയുന്നതാണ്? ടെക്നിക്കലി പറയുന്നതാണ് റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറയുന്നത്. ഏണിങ്സ് കുറച്ച് പേ ഔട്ട് ചെയ്യും. ആർക്ക് പേ ഔട്ട് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന് എടുത്തിട്ട് പേ ഔട്ട് ചെയ്യും. പേ ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ടെക്നിക്കലി പറയുന്നത് ഡിവിഡൻഡ് എന്നാണ് പറയാം. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് ഫിനാൻഷ്യൽ മാനേജർ എന്താ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ മാനേജർ ചെയ്യുന്നത് ഫണ്ട് പ്രൊക്യൂർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക? അതെന്ത് ചെയ്യുക? അത് പ്രോപ്പർലി യൂസ് ചെയ്യും അല്ലെ? യൂസ് ചെയ്യുന്നെങ്കിൽ എവിടേക്ക് യൂസ് ചെയ്യുക? ഒന്ന് ഫിക്സഡ് അസറ്റിലും രണ്ടാമത് വർക്കിംഗ് ക്യാപിറ്റലാണ് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുന്ന ബാക്കി അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു പ്രോഫിറ്റ് വരും. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു പ്രോഫിറ്റിനെ പറയുന്നതാണ് ഏണിങ്സ്. ബിസിനസ്സിൽ നിലനിർത്തും. അതിനെയാണ് എന്ത് പറയാ? റീറ്റെയിൻ ഏണിങ്സ് അറിയും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പേ ഔട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇത്രയും ആക്ടിവിറ്റീസ് ഡീൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കം ടു ദ പോയിന്റ്, നമുക്ക് ഡെഫിനേഷനിലേക്ക് വരാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ സിംപ്ലി തിങ്സ്, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് procurement of fund and utilization of fund for the purpose of achieving overall objective of the enterprise.
എന്താ അവിടെ പറയുന്നത്? ഞാൻ പറഞ്ഞ ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. അതിലുണ്ടാവില്ല കേട്ടോ, അതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് എന്തിന്റെയൊക്കെ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആണ്? ഡീൽസ് വിത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എന്തിന്റെയൊക്കെ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആണ്? പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് procurement of fund and utilization of fund for the purpose of achieving overall objectives of utilization of fund for the purpose of achieving business object. ഓക്കെ, അപ്പോൾ സിമ്പിൾ തിങ്സ് ആണ് കേട്ടോ അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത് എന്തൊക്കെയാണ്? പ്ലാനിങ്ങും കൺട്രോളും ആണ്. ഏത്? പ്രൊക്യൂർമെന്റും യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ടിന്റെയും. എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്? നമ്മൾ സ്ഥാപനത്തിന്റെ ഗോള് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാനിങ്ങും കൺട്രോളും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇനി നമുക്ക് ഇവിടെ ഉള്ള ടേംസ് വായിച്ചു നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദ മാനേജീരിയൽ ആക്ടിവിറ്റി which is concerned with planning and control of firm financial റിസോഴ്സിന്റെ പ്ലാനിങ്ങും കൺട്രോളും ആണ് എന്ത്? നമ്മള് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ നിന്നൊക്കെ എത്ര എമൗണ്ട് വേണം, എവിടെ നിന്നാണ് നമ്മൾ റേസ് ചെയ്യേണ്ടത്. അതുപോലെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അതും എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, വളരെ ക്ലിയർ ആണ്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് the managerial activity which is എത്ര എമൗണ്ട് വേണം, അത് എവിടെ നിന്ന് റേസ് ചെയ്യണം, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതിൽ ഏതൊക്കെ അസറ്റിൽ, അല്ലെങ്കിൽ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ, ഏതൊക്കെ അസറ്റിലാണ്, അല്ലെങ്കിൽ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? Yes, sir. മിനിറ്റ്. ക്ലിയർ? നെറ്റ് കട്ടായി പോയതാണേ, വേറെ ഒന്നുമില്ല. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. എന്താണുള്ളത്? ആകെ രണ്ട് ടേം. ഇപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം എക്സാമിന്, ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒന്നെങ്കിൽ ഇതിലുള്ള ഡെഫിനേഷൻ എഴുതുക, അല്ലെങ്കിൽ ഞാൻ എഴുതിയ ഡെഫിനേഷൻ എഴുതുക. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ഡീൽസ് വിത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ്
പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിംഗ് ഫേം ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അച്ചീവിംഗ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്ലാനിങ്ങും കൺട്രോളാണ്. ഫേം ഫിനാൻഷ്യൽ റിസോഴ്സിന്റെ പ്ലാനിങ്ങും കൺട്രോളാണ് എന്താ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? ഞാൻ അടുത്തേക്ക് പോട്ടെ, സെക്ഷനിലേക്ക്. റെഡി അല്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്. അടുത്ത ടോപ്പിക് എന്താ? ആസ്പെക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, ഇനി ഒന്നും കാര്യമായിട്ട് പഠിപ്പിക്കുകയില്ല കേട്ടോ. ഞാൻ നിങ്ങളെ ആ എക്സാമ്പിളോട് കൂടി എല്ലാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എല്ലാ ഏരിയയും കവർ ചെയ്ത് എനിക്ക് ജസ്റ്റ് ഗോ ത്രൂ ചെയ്താൽ മതി. നോക്ക്, ആസ്പെക്ട്സ് 2 ഏരിയ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ടുള്ളത്. ഒന്നെന്താണ്? പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്. രണ്ടാമത്തെ എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് എന്നാൽ എന്താ? എവിടെ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യേണ്ടത്, അതിനെയാണ് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് എന്നാൽ. യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് എന്നാൽ എന്താ? എവിടെയാണ്, ഏതൊക്കെ അസറ്റിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് നമുക്ക് മെയിൻലി 2 ടൈപ്പ് ആണുള്ളത്. എവിടെന്നൊക്കെയാ, ഏതൊക്കെ ഫണ്ടുകളാണ് നമുക്ക് പ്രൊക്യൂർ ചെയ്യാം? ഒന്ന്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫണ്ടുകളെന്നാണ് അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്ന് നമ്മൾ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക? 2 കാര്യങ്ങളാണ്. ഒന്ന് ഓൺഡ് ഫണ്ട് എന്നും രണ്ടാമത് ബോറോഡ് ഫണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൺ ഫണ്ട് റേസ് ചെയ്യാൻ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി, എന്ത് കൊടുക്കുക? ഇക്വിറ്റി കൊടുക്കുക. രണ്ടാമത് നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് എന്താണ്? ഡിബഞ്ചർ വെച്ച് എന്ത് ചെയ്യുക? ഫണ്ട് റേസ് ചെയ്യാം. ഓക്കെ, ദെൻ മൂന്നാമത് നമുക്ക് എന്താണ്? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, ഫണ്ടിങ് ഫ്രം ബാങ്ക്സ്. നമുക്ക് നാലാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ ഇന്ത്യയിൽ നിന്നല്ലാതെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്സൈഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക? ഫണ്ട് കൊണ്ടുവരിക, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത് ഫെമയ്ക്ക് വരും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന സമയത്ത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരാളെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞാൽ ഏഞ്ചൽ ഫിനാൻസിങ് എന്നാണ്. ഏഞ്ചൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഏഞ്ചൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഐഡിയ. ഏഞ്ചൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഏഞ്ചൽ ഫിനാൻസിങ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ സ്റ്റാർട്ടപ്പ് കമ്പനിയിലൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ, ഇപ്പൊ നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്തു. സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആകെ 25,000 രൂപ മതി, കൂടുതലൊന്നും വേണ്ട. ഓക്കെ, കമ്പനി രജിസ്ട്രേഷൻ എടുക്കണം, സ്റ്റാർട്ടപ്പിൽ എന്ത് ചെയ്യണം? നിങ്ങളൊരു രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അവർ തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരും. അവിടെ പോയിട്ട് നമ്മൾ ഐഡിയ പ്രസന്റ് ചെയ്യുക. ഐഡിയ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വരും. ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞാൽ ആരാ? ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞാൽ വേറെ ഒന്നല്ല, മെയിൻ ആയിട്ട് ഇവരെ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഏജന്റ് ആവാനാണ് 99% ചാൻസ് ഉള്ളത്. ഓക്കെ, ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരുപാട് ആളുകൾ പല കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ഇവരെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇയാൾ ഫണ്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നല്ല കമ്പനികളാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതും എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക? ഇക്വിറ്റി ഷെയർ ആയിരിക്കും മിക്കവാറും ചോദിക്കുക കേട്ടോ. വേറൊരു ഷെയർ ചോദിക്കില്ല, മിക്കവാറും എന്താ ചോദിക്കുക? ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ക്ലിയർ? അപ്പൊ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത് അടുത്തത് എന്താണ്? ഏഞ്ചൽ ഫിനാൻസിങ് ആണ് എന്ത് വരുന്നത്? അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ഉള്ളത്? നമുക്ക് ഒന്നുള്ളത് നമുക്ക് എവിടെ നിന്നൊക്കെ ചെയ്യാം? നമുക്ക് 2 സോഴ്സിനാ ചെയ്യാം. ഒന്ന് ഓൺഡ് ഫണ്ട് എന്നും രണ്ടാമത് ബോറോഡ് ഫണ്ടും. അത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇക്വിറ്റി ത്രൂ എന്ത് ചെയ്യുക? ഫണ്ട് റേസ് ചെയ്യാം. പിന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഫണ്ടിങ് നമുക്ക് പോസിബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഏഞ്ചൽ ഫിനാൻസിന്റെ അടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ഇനി യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. നമുക്കറിയാം നമ്മൾ 2 സ്ഥലത്താണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് എന്താണ്? ഫിക്സഡ് അസറ്റ് എന്ന്. രണ്ടാമത് എവിടെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് ഫണ്ട് റേസ് ചെയ്യുന്നത് നമ്മൾ 2 സ്ഥലത്താണ്. സോറി, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 2 സ്ഥലത്തു നിന്നാണ്. ഒന്ന് എന്ത് ചെയ്യാണ്? നമ്മൾ
ഫിക്സഡ് അസറ്റിലാണ്, രണ്ട് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, ഫിക്സഡ് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഫണ്ട് റേസ് ചെയ്തു, ബിൽഡിംഗ് വാങ്ങി. ഓക്കെ, ഏതെന്താണ് നിങ്ങൾ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താണല്ലോ. ഇനി ഫണ്ട് റേസ് ചെയ്തു, നമ്മൾ എന്താണ് വാങ്ങുന്നത്? റോ മെറ്റീരിയൽ വാങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ആവശ്യങ്ങൾക്കുള്ള, അല്ലെങ്കിൽ നമ്മളൊരു എംപ്ലോയീസിന്റെ സാലറി ഒക്കെ മീറ്റ് ചെയ്യാണ്, അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മളത് പറയും വർക്കിംഗ് ക്യാപിറ്റലാണ് യൂസ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഫണ്ട് യൂസ് ചെയ്യുന്ന രണ്ട് സ്ഥലത്താണ്, ഫിക്സഡ് അസറ്റിലും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഡിസിഷൻ അല്ലെങ്കിൽ അതിന്റെ നമ്മൾ ഫങ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പറയാം ലോങ് ടേം ഫിനാൻഷ്യൽ ഫങ്ഷൻ ഡിസിഷൻസ് എന്ന് പറയാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അത്രേ ഉള്ളൂ, മൂന്നെണ്ണേ ഉള്ളൂ പിന്നെ നമ്മുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. ഫസ്റ്റത്തെ ഫങ്ഷൻ, ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന്. എവിടെ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം? ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫിക്സഡ് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ എവിടെയല്ല, വർക്കിംഗ് ക്യാപിറ്റലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ രണ്ട് സ്ഥലത്താണ് മെയിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ. ഏതൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രണ്ട് സ്ഥലത്ത്, ഒന്ന് ഫിക്സഡ് അസറ്റിലും രണ്ട് വർക്കിംഗ് ക്യാപിറ്റലും. നമ്മൾ ഫിക്സ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് എന്തായിരിക്കണം? നമുക്ക് മാക്സിമം റിട്ടേൺ എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. മാക്സിമം റിട്ടേൺ, അതാണ് നമ്മളെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റത്തെ ഡിസിഷൻസ് ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡിസിഷൻ ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ച അതേ സാധനം തന്നെ, എന്താണ്? ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻസിന് മെയിൻ ആയിട്ടുള്ള എന്താണ്? എവിടെ നിന്ന് ഫണ്ട് റേസ് ചെയ്യണം, അതിനെയാണ് എന്താ പറയാ, ഫിനാൻഷ്യൽ ഡിസിഷൻസ് പറയുന്നത്. ഓക്കെ, ദീസ് ഡിസിഷൻ റിലേറ്റിംഗ് ടു ദ acquiring the optimum finance to meet the financial objectives and seeing what fixed and working capital are effectively managed. ഓക്കെ, എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ ഡിസിഷൻസിൽ പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് സോഴ്സസ് ആണ് ഉള്ളത്. ഒന്ന് നമുക്കുള്ളത് ഓൺ ഫണ്ട് റേസ് ചെയ്യാനും, രണ്ടാമത് എന്താ ഉള്ളത്? ബോറോഡ് ഫണ്ട് റേസ് ചെയ്യുന്നതാണ്. എന്തായാലും നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഇവരെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമുക്ക് എന്തായിരിക്കണം? നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇതിന്റെ മുന്നേ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് മെയിൻ പ്രശ്നം, അവർക്ക് ഫണ്ട് ഇല്ല എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ പ്രശ്നം. ഓക്കെ, ഫണ്ട് ഇല്ല എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ പ്രശ്നമായിട്ട് വന്നത്. അങ്ങനെ സമയത്ത് ഞാൻ അവരുടെ പ്രൊജക്ട് റിപ്പോർട്ട് എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെച്ചാൽ അവരുടെ ഐഡിയ നല്ലതാണ്. ഓക്കെ, അവർ പറയുന്ന അവർക്ക് ഷുവറായിട്ട് കുട്ടികളെ കിട്ടും. അവർ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് കേട്ടോ, ഞാൻ പേരൊന്നും പറയുന്നില്ല, എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. CA CMA CS ഒന്നും പഠിപ്പിക്കുന്നില്ല. അവർ എഞ്ചിനീയറിംഗിന് CAD പ്രോഗ്രാം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അവർക്ക് കുറെ എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് അവർക്ക് എന്തുണ്ട്? നല്ല ബന്ധമുണ്ട്. അപ്പൊ അവർ പറയുന്നത് അവർക്ക് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യും? കുട്ടികളെ കിട്ടും. പക്ഷെ ഇവരെ കയ്യിൽ ഇപ്പൊ ഫണ്ടില്ല. അപ്പം അവരോട് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ചോദിക്കുന്നത് എത്ര റിട്ടേൺ കൊടുക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം പറയുന്നത്, ഒന്ന് നമ്മൾ ഇക്വിറ്റി ഫണ്ട് കൊടുക്കണം, രണ്ടാമത് അവരെ പറയുന്നത് 20% തൊട്ടിട്ട് 30% വരെ റിട്ടേൺ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ഇതേ എമൗണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ബാങ്കിൽ നമുക്ക് ഏത് വരുന്നുണ്ട് അറിയോ? നമുക്ക് മുദ്ര ലോൺ വരുന്നുണ്ട്. മുദ്ര ലോണിന് 5% 3 to 5% വരുന്നത്. ഓക്കെ, ഞാൻ അപ്പൊ ചോദിച്ചത് അവരോട് അതാണ്, നിങ്ങൾ എന്തായാലും സക്സസ് ആവും, എന്നാ പിന്നെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് 30% കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു 3 to 5% ബാങ്ക് ലോൺ എടുക്കുന്നല്ലേ നമുക്ക് ചോദിച്ചത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ നോക്കേണ്ടത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ട് ഡിസിഷൻസ് മനസ്സിലായല്ലോ. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, രണ്ടാമത് എന്താണ്? ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഡിസിഷൻസ് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിസിഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ ഡിസിഷൻസ് എന്താ? ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻസിൽ നമുക്ക് വരുന്നത് രണ്ട് എലമെന്റ് ആണ്. ഒന്ന് വരുന്നത്
എത്ര എമൗണ്ട് ആണ് ഡിവിഡൻഡ്, ഇത് കമ്പനിക്ക് എത്ര എമൗണ്ട് പേയ്മെന്റ് ചെയ്താലാണ് കമ്പനിക്ക് ലാഭം, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം, എത്ര എമൗണ്ട് കമ്പനി പേ ചെയ്യണം. കമ്പനി പേ ചെയ്യണം എന്ന് പറയുന്നതിനാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എത്ര എമൗണ്ട് കമ്പനി നിലനിർത്തണം എന്നുള്ള പറയുന്നതിനാണ് ഇത് പറയുന്നത് റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കേസ് എന്താ, നമുക്കറിയാം ഡിവിഡൻഡ് ഡിസിഷൻസിൽ രണ്ട് എലമെന്റ് ആട്ടോ, ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഔട്ട് ആൻഡ് എമൗണ്ട് ടു ബി റിട്ടേൺ ടു സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര മാത്രമുള്ളൂ മീനിങ്. നമുക്ക് ഡിവിഡൻഡ് ഡിസിഷൻസിൽ രണ്ട് ഫംഗ്ഷൻ ആണ് നമുക്ക് ഈ ഡിസിഷൻസിൽ പഠിക്കാനുള്ളത്. എന്ത് ചെയ്താലാണ് കമ്പനിക്ക് ലാഭം, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതാണോ ലാഭം, അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് എത്ര എമൗണ്ട് കൊടുക്കുന്നതാണ് ലാഭം, അതുപോലെ തന്നെ റീറ്റേൺ ഏർണിങ്സ് എത്ര കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നുള്ളതൊക്കെയാണ് ഏത് പഠിക്കുന്നത്, ഡിവിഡൻഡ് ഡിസിഷൻസിൽ പഠിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്കൊരു ഷോർട്ട് ടേം ഡിസിഷൻസ് ഉണ്ട്, അത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവർ പറയുന്നത് റെഡ്യൂസ് ദ മാനേജ് കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലൈബിലിറ്റി. മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ സ്മൂത്ത്ലി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സ്മൂത്ത്ലി ഹാൻഡിൽ ചെയ്യുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ മെയിൻലി നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻസ് മൂന്നെണ്ണാണ്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ദെൻ ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണെങ്കിൽ ഫിക്സഡ് അസറ്റിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അത് എത്ര എമൗണ്ട് എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ബെനിഫിറ്റ് എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫിനാൻസിങ് അല്ല പോകുന്നത്, ഡിവിഡൻഡ് ഡിസിഷനിലാണ് പോകുന്നത്. എത്ര എമൗണ്ട് ആണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ആണ് നമ്മൾ റീറ്റെയിൻ ആയിട്ട് ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇതിൽ എത്ര എമൗണ്ട് ചെയ്താലാണ് കമ്പനിക്ക് ലാഭം എന്നൊക്കെയാണ് ഡിവിഡൻഡ് ഡിസിഷൻസിൽ നമ്മൾ പഠിക്കുന്നത്. ദെൻ ഫിനാൻസ് ഡിസിഷനിൽ നമുക്ക് പഠിക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രത്തോളം കുറയ്ക്കാം. ഓക്കെ, ബോറോഡ് ഫണ്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഓൺഡ് ഫണ്ട് യൂസ് ചെയ്യുമ്പോഴാണോ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയാ. അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ, നമ്മളെ കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പെർസെന്റ്, നമ്മൾ ടോട്ടൽ ഫണ്ടിൽ എത്ര പെർസെന്റേജ് നമുക്ക് ഇക്വിറ്റി വേണം, എത്ര പെർസെന്റേജ് ഡിബെഞ്ചർ വേണം എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഡിസിഷൻസ് എന്നാണ്. ക്ലിയർ ആണോ? Clear, sir. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ തന്നെ പറ. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് രണ്ട് ഒബ്ജക്റ്റീവ് ഉള്ളൂ, ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഒന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെയാ ഒബ്ജക്റ്റീവ്സ് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചത്. ഒന്നെന്താ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? അറിയാം, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ. എന്താണ് നമ്മൾ എന്തിനാ ബിസിനസ് നടത്തുന്നത്? പ്രോഫിറ്റ് ആണ് സർ. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. അതാണ് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കറക്റ്റ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? നമ്മൾ ഓണേഴ്സിന് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അതേതാ ഒബ്ജക്റ്റീവ്? കൺസിസ്റ്റൻസി. വേറെ എന്തായിരിക്കും? ഓണേഴ്സ്, നിങ്ങളൊരു ഓണർ ആണെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ആണോ നോക്കേണ്ടത്, വേറെ എന്തെങ്കിലും ആണോ? വെൽത്ത് എന്നൊരു ടേം ഉണ്ട്. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളെ ഫ്ലിപ്കാർട്ട് ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല, ഫ്ലിപ്കാർട്ട് തന്നെയാണ്. നമ്മുടെ കമ്പനിയിൽ നല്ല ലോസിലാണ് പോയത്. പക്ഷെ അത് വേറൊരു കമ്പനി ഏറ്റെടുത്തത് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും എമൗണ്ടിലാണ് ഏറ്റെടുത്തത്. 1500 crores ആണ് നമ്മൾ എമൗണ്ടിലാണ് അവർ ഏറ്റെടുത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്താ വെച്ചാല്, നമ്മളൊരു സ്ഥാപനത്തിലെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് ഒന്ന് പ്രോഫിറ്റ് ആണ്. ഓക്കെ,
പക്ഷെ ഓണേഴ്സിന് വേണ്ടത് പ്രോഫിറ്റ് അല്ല. ഓണേഴ്സിന് വേണ്ടത് എന്താണ്? കമ്പനിയുടെ വെൽത്ത് എന്ന് പറഞ്ഞാൽ കമ്പനീന്റെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് രണ്ടാണ്. ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, രണ്ടാമത് വെൽത്ത് മാക്സിമൈസേഷൻ. കേട്ടോ, മറക്കല്ലേ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഞാൻ ആദ്യം പോകുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മാത്രമുള്ളൂ അതിന് മീനിങ്. മാക്സിമം എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, അല്ലാണ്ട് വേറെ ഒന്നും അതിൽ പറയില്ല. ഹെൻസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ഓൾസോ profit maximization. Then it is traditionally been argued that primary objectives of companies to earn profit. ഇതാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. എന്താ ഇവിടെ പറയുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നമ്മൾ പറയുന്നത്, നമ്മളെ കമ്പനിയിൽ പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ? അപ്പം യെസ്. അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയായിരിക്കും ലിമിറ്റേഷൻസ് എന്നാൽ? പ്രോഫിറ്റ് മാക്സിമൈസേഷന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ? ഇനിവടി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് നമ്മൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റത്തെ ലിമിറ്റേഷൻ, ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താണ്? ദ ടേം പ്രോഫിറ്റ് ഈസ് വാല്യൂ ഡസ് നോട്ട് ക്ലിയർ വാട്ട് എക്സാക്ട്ലി ഇറ്റ്സ് മീൻ. ഫസ്റ്റത്തെ ലിമിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ക്യാഷ് പ്രോഫിറ്റ് എന്നാണ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ ക്യാഷ് പ്രോഫിറ്റ്? കേൾക്കുന്നില്ലേ? ക്യാഷ് പ്രോഫിറ്റ് കേട്ടില്ലേ? അക്കൗണ്ടിങ് പ്രോഫിറ്റ് കേട്ടില്ലേ? നെറ്റ് പ്രോഫിറ്റ് കേട്ടില്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കേട്ടില്ലേ? ഇതിൽ ഏത് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രോഫിറ്റ്? ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ ഇൻക്രീസ് ചെയ്യേണ്ടത്? ക്യാഷ് പ്രോഫിറ്റ് ആണോ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണോ ഇൻക്രീസ് ചെയ്യേണ്ടത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണോ ഇൻക്രീസ് ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് ആടെ ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് കമ്പനി ലോസ് ഉള്ള കമ്പനിക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂല്ലയോ? അപ്പം നമുക്ക് വലിയ ബിസിനസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല്ലയോ? പറ്റുമോ? എങ്ങനെ? ഓക്കെ, പറ്റുമെന്ന് പറഞ്ഞു. അത് എങ്ങനെയായിരിക്കും? എക്സ്പെൻസ് കുറയും. എക്സ്പെൻസ് കുറയ്ക്കാം. ഓക്കെ, ഡൺ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമുക്കിപ്പം ഓക്കെ, നോർമലി നമുക്ക് നോസ് പോകുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു അല്ലെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നല്ല രീതിയിലല്ലാതെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഫിക്സഡ് അസറ്റ് കൂടുതലായിട്ട് സെയിൽ ചെയ്താൽ മതി. അല്ലെ, ഫിക്സഡ് അസറ്റ് പ്രോഫിറ്റിൽ വിറ്റാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കൂടുതലായിട്ട് കാണിക്കില്ലേ? അപ്പൊ നമ്മളുടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഈ ഒരു ഇതിൽ പ്രോഫിറ്റ് മാക്സിമം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഏത് പ്രോഫിറ്റ് എന്ന് പറയില്ല, ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? പ്രോഫിറ്റിന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടില്ല. ക്ലിയർ? ഓക്കെ, രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഹാവ് ടു ബി അറ്റംപ്റ്റഡ് വിത്ത് റിയലൈസേഷൻ ഓഫ് റിസ്ക് ഇൻവോൾവ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, 10 ലക്ഷം ഉണ്ട് എന്ന് വിചാരിച്ചാല് ഞാൻ പറയണേ ഷെയർ മാർക്കറ്റിൽ ഇടുകയാണെങ്കിൽ, നിങ്ങളോട് ഷെയർ മാർക്കറ്റിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ടൈം അല്ലെങ്കിൽ 3 ടൈം നിങ്ങൾക്ക് 10 ലക്ഷത്തിന്റെ ഇൻക്രീസ് ഉണ്ടാവും. ഇനി നിങ്ങൾ HDFC ബാങ്കിലാണ് വെച്ചെന്ന് വിചാരിക്കുക. HDFC ബാങ്കിലാണെങ്കിൽ നമുക്ക് ആകെ വരുന്നത് 6% ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. മറ്റ് ഇട്ടതിന്റെ 2 ടേം ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും എന്ന് ഞാൻ പറയണേ. അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടതിനേക്കാൾ ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? റിസ്ക് ഇല്ല. HDFCയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതുകൊണ്ട് എന്ത് റിസ്ക് ഉണ്ടോ?
ഉണ്ടോ? ഉണ്ടാവും. HDFC നമ്മൾ FD എടുത്തിട്ട് 6% ഇൻട്രസ്റ്റ് മേടിക്കുമ്പോൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് എന്തായാലും റിട്ടേൺ കിട്ടൂലേ? ഷെയർ മാർക്കറ്റിൽ എന്താണ്, നമുക്ക് രണ്ട് അല്ലെങ്കിൽ 3 മടങ്ങ് റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ റിസ്ക്കും കൂടുതലല്ലേ? അപ്പൊ എവിടെ പ്രോഫിറ്റ് ഉണ്ടോ അവിടെ എന്തുണ്ട്? റിസ്ക് ഉണ്ട്. ഇതിനെ പറ്റി ഡെഫിനിഷനിൽ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അവര് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ആക്കണം, മാക്സിമം പ്രോഫിറ്റ് ആക്കണം എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ഇങ്ങനൊരു പ്രശ്നമുള്ള കാര്യം പറയുന്നുണ്ടോ? അതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻസ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഗോട്ട് ഇറ്റ്. അപ്പൊ ഫസ്റ്റത്തെ ടേംസ് എന്താണ്? നമുക്ക് ഈ പ്രോഫിറ്റ് എന്നുള്ള ടേം ഡിഫൈൻ ചെയ്തില്ല. രണ്ടാമത്തെ പറയുന്നത് പ്രോഫിറ്റിന് എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ റിസ്ക് ഉണ്ടായിരിക്കും. ആ റിസ്കിനെ പറ്റി അവർ ബോധേഡേ അല്ല. ഇനി മൂന്നാമത് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് എ ഒബ്ജക്ട് ഡസ് നോട്ട് ടേക്കിംഗ് ടു ദ അക്കൗണ്ട് ദ ടൈം പാറ്റേൺ ഓഫ് റിസൾട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു എക്സലിലേക്ക് വരികയാണ്. ഇത് എക്സ്, ഇത് വൈ എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ക്യാഷ് ഫ്ലോ പറയാം കേട്ടോ. ക്യാഷ് ഫ്ലോ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ക്യാഷ് ഫ്ലോ പറയുന്ന സമയത്ത് ഇവിടെ ഇപ്പം വന്ന് ഓക്കെ, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നെങ്കിൽ ഇത്രയാണ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്, 75,000. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 70,000 ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 5,000 എന്താണ്? നമ്മളെ പ്രോഫിറ്റ് ആണ്. 5,000 നമ്മളെ പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കും. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ വരുന്നത് നമുക്ക് ഈ ഒരു വൈയിലാണെങ്കിൽ നമുക്ക് വരുന്നത് ഫസ്റ്റ് ക്യാഷ് ഫ്ലോ നമുക്ക് വരുന്നത് 30,000. രണ്ടാമത്തെ ഇയറിൽ 20,000. മൂന്നാമത്തെ ഇയറിൽ 15,000. പിന്നെ 10,000. ഓക്കെ, മൊത്തം 75,000. 10,000 ആണ്. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളാണെങ്കിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യും? ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യും? എക്സിലാണോ വൈയിലാണോ? ആയിരിക്കണം. ഇപ്പൊ നമുക്ക് രണ്ടാളല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടാളും എവിടേക്കും ഇൻവെസ്റ്റ് ചെയ്യും? അശ്വതി, ഫ്രിൻസി, എവിടെ ഇൻവെസ്റ്റ് ചെയ്യും നിങ്ങൾ? നമുക്ക് 4 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുന്നത് 75,000 ആണ് എക്സില്, വൈയിൽ 75,000 ആണ്. നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് 5,000 ആണ്. അങ്ങനെയാണെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? അശ്വതി ഒന്ന് പറയൂ. ഫ്രിൻസി ആണെങ്കിൽ ഒന്ന് പറയൂ, ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാം? എക്സ് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിലാണോ വൈ എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിലാണോ ചെയ്യുക? വൈ. വൈയില്. കറക്റ്റ്, അശ്വതി വൈ ചെയ്യും. ഓക്കെ, ദെൻ ചിലവർ എക്സ് എന്ന് പറയും കേട്ടോ. കാരണം എന്താ? നമുക്ക് റിട്ടേൺ ഇങ്ങനെ കൂടി വരില്ലേ? പക്ഷെ ഇല്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, രണ്ടാമത്തെ കൊല്ലം കോവിഡ് വന്നെന്ന് വിചാരിക്കും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ കൊല്ലം കോവിഡ് വന്നാൽ പിന്നെ മൂന്നാമത്തെ 4-ാമത്തെ കൊല്ലം ഇൻകം കിട്ടൂല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാക്സിമം ജനറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് അല്ലേ, മാക്സിമം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിലാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്ക് പിന്നത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ അൺസർട്ടനിറ്റി ആണ്, ഇഷ്യൂ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മളെ സംബന്ധിച്ചിട്ട് കോവിഡ് വന്നു. ഇവിടെ ആണെങ്കിൽ എത്രയേ കിട്ടുള്ളൂ? ഇവിടെ ആണെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, 25,000 കിട്ടുള്ളൂ. അല്ലെ, ഇവിടെ ആണെങ്കിൽ 50,000 കിട്ടും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം?
അല്ലെ? ടൈം പാറ്റേൺ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യമല്ല ഇൻകം മാക്സിമം ജനറേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനിലാണെങ്കിൽ എന്തേ പറയുന്നുള്ളൂ, ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, മാക്സിമം പ്രോഫിറ്റ് ഉള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ രണ്ടും ടൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. പക്ഷെ ശരിക്കും എന്താ ചെയ്യേണ്ടത്, നമ്മൾ വൈയിലാണ് ചെയ്യേണ്ടത്. അതിന് ടൈം പാറ്റേണിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, അവിടെ വെരി ക്ലിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, ഈ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ടൈം പാറ്റേണിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് വൺ, ഇറ്റ്സ് നേരോ. നേരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ മീനിങ്? ഇവര് എന്തിനെ പറ്റി ബോധേഡല്ല, ഇവര് വേറൊന്നിനും പറ്റിയിട്ട് ബോധേഡല്ല. ക്ലിയർ കട്ടായിട്ട് എന്ത് മാത്രമേ ഉള്ളവർക്ക്, അവര് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതാണ് അടുത്ത ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് വെറും 4 ലിമിറ്റേഷൻ ആണ് കേട്ടോ. ഒന്നെന്താണ്, പ്രോഫിറ്റിനെ ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ദെൻ പിന്നെ പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്, റിസ്ക് ഇൻവോൾവ്മെന്റ് പറ്റിയിട്ട് അല്ലെങ്കിൽ റിസ്കിനെ പറ്റി അവർ ബോധമല്ല. ടൈം പാറ്റേണിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് അവർ ഇത് പറയുന്നില്ല. ദെൻ ഇത് എന്താണ്, നേരോ കോൺസെപ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഒബ്ജക്റ്റീവ് വെൽത്ത് മാക്സിമൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ റിലയൻസിന്റെ ഷെയർ വാങ്ങുകയെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ എന്താ നോക്കുന്നത്, നമുക്ക് റിലയൻസിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായതുകൊണ്ടാണ് അവിടെ നമ്മൾ ഇടുന്നത്? അല്ലല്ലോ. അവിടുത്തെ കമ്പനിക്ക് എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അത് എന്തുമായിട്ട് റിലേറ്റഡ് അല്ല, പ്രോഫിറ്റുമായിട്ട് റിലേറ്റഡ് അല്ല കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഫേം ഈസ് റെപ്രസെന്റഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് കമ്പനി കോമൺ സ്റ്റോക്ക്. എന്താണ് വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് കോമൺ സ്റ്റോക്ക് ആണ്. കോമൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നോർമലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവുക. ഇവിടെ എന്തുകൊണ്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ സ്റ്റോക്കിന്റെ മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ വാല്യൂ ഓഫ് ഫേം എന്നാണ് പറയുന്നത്. എന്താ അവിടെ മീൻ ചെയ്യുന്ന അറിയോ, ഇവര് ഷെയർ മാർക്കറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഷെയർ അല്ലേ സ്റ്റോക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അവര് പറയാണ് ഒരു കമ്പനിയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ എന്താണ്, മാർക്കറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇത് ആരാ ഡിസൈഡ് ചെയ്ത, ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം സ്റ്റോക്ക് റെപ്രസെന്റ് ലോക്കൽ ജഡ്ജ്മെന്റ് ഓഫ് all market participants as to what value of particular firm is. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ ആ പർട്ടിക്കുലർ ഫേമിന്റെ വാല്യൂ കേൾക്കുന്നില്ലേ? വോയിസ് ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി കേട്ടോ. ഓക്കെ, അപ്പൊ വാല്യൂ ഓഫ് ഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തു വന്നില്ലല്ലോ. നിങ്ങക്ക് കണ്ടോ ഷെയറിങ്? യെസ്. ഓക്കെ, അപ്പൊ വാല്യൂ ഓഫ് ഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ, ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിന്റെ വാല്യൂ ആണ്. ആ വാല്യൂ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് വാല്യൂ ചെയ്യുന്നത് മാർക്കറ്റിലുള്ള കുറെ ആളുകളാണ് വാല്യൂ ചെയ്യുന്നത്. അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തതാണ്, അവരെ പോളിസി, അവരെ ഫ്യൂച്ചർ പ്രൊജക്ട്, അവരെ വിഷൻ, മിഷൻ, പിന്നെ അവരെ ഓബിയസ്ലി ഒരു ഫാക്ടറാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയണ ബൈജൂസ് ആപ്പ് ഉണ്ടല്ലേ, ഒരു ചെറിയ നമ്മളെ സൂം പോലത്തെ ഒരു ആപ്പ് എടുത്തിട്ട് അവിടെ ക്ലാസ് എടുത്തതാണ്.
അത് ടേക്ക് ഓവർ ചെയ്തത് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ നോക്ക്. അതിന്റെ ആദ്യത്തെ പ്രോഫിറ്റും ആ ടേക്ക് ഓവറും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഇല്ലേ? എന്തുകൊണ്ടാണ് ഡിഫറൻസ് വന്നത്? ഡിഫറൻസ് വന്നാൽ ആ ഒരു സ്ഥാപനത്തിലുള്ള വാല്യൂ, അതിന്റെ റെപ്യൂട്ടേഷനെയാണ് എന്ത് പറയുന്നത്, വെൽത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായത്? അപ്പൊ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യിക്കലാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പൊ ഒരു ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയ്ക്ക് നമുക്ക് പ്രോഫിറ്റ് ആണോ മാക്സിമൈസ് ചെയ്യുന്നത്, വെൽത്ത് ആണോ മാക്സിമൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് രണ്ടും എന്ത് ചെയ്യണം, വേണം. പക്ഷെ മോർ ഇമ്പോർട്ടൻസ് പുതിയ വേൾഡിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ച് എന്താ, പ്രോഫിറ്റിനേക്കാളും ഇമ്പോർട്ടൻസ് എന്താ, നമ്മളെ സ്ഥാപനത്തിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യലാണ്. ഇപ്പൊ ഞാൻ പറയാം, സ്റ്റാർട്ടപ്പ് കമ്പനി 25,000 രൂപ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തായിരിക്കും, ഇൻകോപ്പറേറ്റ് ചെയ്തായിരിക്കും. ഓക്കെ, പക്ഷെ വേറൊരു കമ്പനി വാങ്ങുന്നത് എത്ര രൂപയ്ക്കായിരിക്കും? കോടികളായിരിക്കും, 100 crores ഉണ്ടാവും. കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്ത് ചൈനയിലെ ആളുകൾ വന്നിട്ടും അതുപോലെ US-ലെ കമ്പനികളൊക്കെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഈ ടേക്ക് ഓവർ വെറും പ്രോഫിറ്റ് ചിലപ്പോൾ 1 കോടി ഉണ്ടാവുള്ളൂ. അത് കണ്ടിട്ടാണ് അവർ 100 കോടി എടുക്കുന്നത് എന്ന് പറയാൻ പറ്റുമല്ല. അവരെ പ്രൊജക്ടിന്റെ വാല്യൂ, അവരെ വിഷൻ, അതിന്റെ മേലെയാണ് എന്ത് ചെയ്തത്, അവര് എന്ത് വേണ്ടത്, വാല്യൂ ഓഫ് ഫേം കണ്ടത്. ഓക്കെ, അപ്പം വാല്യൂ ഓഫ് ഫേം കാണുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അതിന്റെ പ്രോഫിറ്റ് ഒരു ഇമ്പോർട്ടൻസ് അല്ല. അങ്ങനെയാണ് വാല്യൂ ഓഫ് ഫേം ഈസിക്കൽ ടു നിങ്ങൾ എന്താ എഴുതേണ്ടത്, എഴുതി വെക്കുക കേട്ടോ. വാല്യൂ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ വാല്യൂ ആണ്? വാല്യൂ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മാർക്കറ്റ് ഷെയർ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്, അതല്ലെങ്കിൽ വാല്യൂ ഓഫ് ഫേം ഈസിക്കൽ ടു വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഡെറ്റ്സ്. നോട്ട് ചെയ്ത് കഴിഞ്ഞോ? Yes, sir. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു കൺസോളിഡേറ്റഡ് ഫോർമാറ്റ് പഠിക്കട്ടോ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, റെഡി നോക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് രണ്ടെണ്ണമാണ്. ഒന്നെന്താ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ലാർജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാക്കലാണ്. ഓക്കെ, ഇനി അതിന്റെ അഡ്വാൻറ്റേജ്, ഈസി ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? സിമ്പിൾ തിങ്സ് അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചു, പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സെയിൽസിന് വേരിയബിൾ കോസ്റ്റ് കുറച്ചു, അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കും, അപ്പോൾ എബിറ്റ് കിട്ടും. എബിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഇനി ഈസി ടു ഡിറ്റർമിൻ ദ ലിങ്ക് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആൻഡ് പ്രോഫിറ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇത് ഫിനാൻഷ്യൽ ഡിസിഷൻസും പ്രോഫിറ്റും ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനൊരു കമ്പനി തുടങ്ങി, ഞാൻ നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് ബാങ്ക് ലോൺ വരുന്നത് 10% ആണ്. ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്, ഞാൻ റിട്ടേൺ എന്തായാലും മിനിമം റിട്ടേൺ എന്തായാലും 5% തരാമെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ? നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ? ആക്സെപ്റ്റ് ചെയ്യോ? ആക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. കാരണം എന്താ? നമുക്ക് ബാങ്ക് 10% ആണ് ബാങ്ക് ലോൺ. ഞാൻ നിങ്ങൾക്ക് 5% തന്ന 5% നിങ്ങൾക്ക് നഷ്ടല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാക്കില്ല, ഈസിലി ആയിട്ട് ഫിനാൻഷ്യൽ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്റെ സ്ഥാപനത്തിന് അത്രയും വാല്യൂ ഉണ്ട്. ഓക്കെ, ഇപ്പം ലോസിലാണ്, പക്ഷെ നിങ്ങളോട് നിങ്ങളെ ഫ്രണ്ട് പറയാണ്, ഓനെ സ്ഥാപനത്തിൽ കൊണ്ട് ഇട്ടാലുണ്ടല്ലോ, ഭാവിയിൽ ആ ഒരു ഐഡിയ വേറെ ആർക്കും ഇല്ല, വേറെ ലെവലിലെത്തും. നിങ്ങൾക്കൊരു ഡിസിഷൻസ് എടുക്കാൻ ഈസി ആവുമോ? അല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ ഈസി ആയിരിക്കും. പ്രോഫിറ്റ് ആയിട്ട് ബേസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇത് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ഗെയിൻസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ റിസ്കിനെ പറ്റി ചിന്തിക്കുന്നില്ല, ടൈം പാറ്റേൺ ഓഫ് റിട്ടേണിനെ പറ്റി ചിന്തിക്കുന്നില്ല. പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടണോ?
ഇപ്പൊ നിങ്ങളെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രൊഡിജി ആണെന്ന് വിചാരിക്കും. പ്രൊഡിജിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഉണ്ടാക്കണം. പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? സ്റ്റുഡൻസ് വേണം. സ്റ്റുഡൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്റ്റുഡൻസ് ഉണ്ടാവണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? ഹെവി അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അപ്പൊ ഹെവി അഡ്വർടൈസ്മെന്റ് ഒരുപാട് എന്ത് ചെയ്യും? നമുക്ക് എമൗണ്ട് വേണ്ടിയില്ലേ? അപ്പൊ ഒരു പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഒരുപാട് റിസോഴ്സിന്റെ ആവശ്യം വരുന്നുണ്ട്. ഇതാണ് അതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇവർ കാണുന്നത് ഒന്ന് ലോങ് ടേം ഗെയിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ഷോർട്ട് ടേമിനല്ല ഫോക്കസ് ചെയ്യുന്നത്, ലോങ് ടേം ആണ് ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത് റിസ്ക് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൈമിംഗ് ഓഫ് റിട്ടേൺ ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് മോർ ഓവർ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ മെയിൻലി എന്താണ്? ഷെയർ മാർക്കറ്റിലല്ലേ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പല ആളുകളും കാണുന്നില്ലേ, ഷെയർ മാർക്കറ്റിൽ കോടികൾ ഉണ്ടാക്കി. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് പ്രോഫിറ്റ് അല്ലെ, വാങ്ങിയതിനേക്കാളും കൂടിയ എമൗണ്ടിൽ വിൽക്കണം എന്നുള്ളതാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് ശരിക്കും ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പ്രോഫിറ്റ് കൂട്ടിയെന്ന് വെച്ചിട്ട് കമ്പനിയുടെ വാല്യൂവിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല, മാറ്റമൊന്നും ഉണ്ടാവണം എന്നില്ല. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? Yes, sir. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡിഫിക്കൽറ്റി ഓഫർ നോ ക്ലിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഡിസിഷൻ ആൻഡ് ഷെയർ പ്രൈസ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് നേരത്തെ കേസ്, നിങ്ങൾ ലോൺ 10% എടുത്ത് എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് പറയാണ്, ഇപ്പൊ നീ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100%ഉം റിട്ടേൺ കിട്ടും. ഓക്കെ, നമുക്കറിയില്ല എന്ത് ചെയ്യുന്നത്, നമുക്കിത് അനലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിച്ച് അതായിരിക്കും വാല്യൂ എന്നുള്ളത് നമുക്കൊരു ഏകദേശം ഒരു കണക്കാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഇനീഷ്യൽ സ്ഥാപനങ്ങൾക്ക് സ്റ്റാർട്ടപ്പിന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടിയാണ്. വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ കേസ് എന്താണ് എന്താ വെച്ചാൽ, നമുക്ക് നോ ക്ലിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആൻഡ് ഷെയർ പ്രൈസിങ്. ഫിനാൻഷ്യൽ ഡിസിഷൻസും ഷെയർ പ്രൈസിങ്ങിനും വെച്ചിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് നിങ്ങൾ ആലോചിച്ച് CMA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ശരിക്കും വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. നിങ്ങളെ മാർക്കറ്റിലെ വാല്യൂ കൂടും, എല്ലാം കൂടും. പക്ഷേ ഇത് ലോങ് ടേം ബെനിഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടാവില്ല. ഇമ്മീഡിയറ്റ് റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളെ കമ്പനിയിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ, നിങ്ങളെ ഒരു എക്സ്പേർട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ കമ്പനി നോക്കുന്നത് വേണ്ട, 20 കൊല്ലം കഴിഞ്ഞ കമ്പനി എവിടെ എത്തും? നിങ്ങൾക്ക് ആദ്യത്തെ 5 കൊല്ലം നിങ്ങൾക്ക് നഷ്ടാന്ന് വെക്കി, നമ്മൾക്ക് ക്യാഷ് ഉണ്ടാവും, ഇറക്കാൻ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ആൻസൈറ്റി ഉണ്ടാവൂലേ, ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവൂലേ? കാരണം ഇത് ലോങ് ടേം ഗെയിൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോങ് ടേം ഗെയിനിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്താലും എന്ത് വേണം? നമുക്ക് ഇമ്മീഡിയറ്റ് ചെറിയ റിസൾട്ടെങ്കിലും വേണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ആൻസൈറ്റി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതാണ് പറയുന്നത് എന്താണ്, ഇവര് ലോങ് ടേമിലുള്ളതാണ്. അപ്പം നമുക്കൊരു പെട്ടെന്ന് ഒരു ചെറിയ ഷോർട്ട് ടേമിലേക്കൊന്നും നമുക്ക് നമുക്ക് എന്തുണ്ടാവില്ല, റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും അതുപോലെ തന്നെ ആൻസൈറ്റിയും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ? ഒരു മിനിറ്റ്, നെറ്റ് ഒന്ന് കട്ടായിട്ടോ.
റോൾ ഓഫ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ റോൾ എന്തായിരിക്കും മെയിനായിട്ട് എസ് പെർ ദ ഫിനാൻഷ്യൽ ഏരിയസിൽ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും അവരുടെ റോള്? നിങ്ങളാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് വിചാരിക്കുക, എന്തൊക്കെ റോളാണ് ഉണ്ടാവുക നിങ്ങൾക്ക് ചെയ്യാൻ? അശ്വതി ഒന്ന് പോസ്റ്റ് ആക്കി തരുമോ? ഓക്കെ, നിങ്ങളാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ പറയും എന്തൊക്കെ റോളാണ് ഉണ്ടാവുക? ഒന്ന്, അവരെന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് പ്ലാനിങ്. നമ്മളെ സ്ഥാപനത്തിൽ എത്ര ഫിനാൻസ് വേണം, ഓക്കെ, ദെൻ അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് എന്താ വെച്ചാൽ എത്ര ഫിനാൻസ് വേണം, ഓക്കെ, ഒരു കൊല്ലത്തേക്ക് നമുക്ക് ഒരു വേണമെങ്കിൽ പറയാം 100 കോടി വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ ചിന്തിക്കും അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും. ഒന്നാമത്തെ അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് പ്ലാനിങ്. രണ്ടാമത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, എക്സസ് വരുന്ന ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ റേസ് ചെയ്ത ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത അവരുടെ ഡിസിഷൻ. മൂന്നാമത് ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ, നമ്മളെ കമ്പനിയിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡെറ്റിന്റെ ഇക്വിറ്റിന്റെ പ്രപ്പോർഷനേറ്റ് എങ്ങനെ പ്രപ്പോർഷനേറ്റ് ആയാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ബെനിഫിറ്റ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഫുള്ള് നമ്മൾ ഇക്വിറ്റി ഫണ്ട് വെച്ചെന്ന് വെച്ചാൽ നമ്മളെ കമ്പനിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഫുള്ള് നോൺ ഫണ്ട് വെച്ച് റൺ ചെയ്യാന്ന് വെച്ചാൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, രണ്ടിനും എന്ത് ചെയ്യണം? ഒരു പ്രപ്പോർഷനേറ്റ് ഉണ്ടോ സിറ്റുവേഷൻ നോക്കിയിട്ട് ഒരു ആപ്റ്റ് ആയുള്ള പ്രപ്പോർഷനേറ്റ് യൂസ് ചെയ്യണം, കമ്പനീന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ നിൽക്കട്ടോ. അപ്പൊ നിങ്ങൾ അതൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞില്ലേന്നോ, അവർ അഥവാ നമ്മൾ ഒരു എക്സ്റ്റേണൽ പാർട്ടിനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ എക്സ്പെക്ടേഷൻ കൂടും, ഹൈ റിട്ടേൺ ആയിരിക്കും ചോദിക്കാം. അപ്പൊ നമ്മൾ മൊത്തം സ്റ്റെബിലിറ്റിനെ എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അവർ പറയുന്നത് അതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ വേണം എന്നുള്ളതാണ് അവർ എന്ത് ചെയ്യണം, ആരാ ഡിസൈഡ് ചെയ്യുക? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഡിസൈഡ് ചെയ്യും. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് സച്ച് ആസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഒക്കെ ആരാ നോക്കുന്നത്? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ്. ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് റിസ്ക് മാനേജ്മെന്റ് ആരുടെ ഡ്യൂട്ടിയാണ്? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ അനാലിസിസ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ, ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഫിനാൻഷ്യൽ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? Clear, sir. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പോർഷൻസ് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ടൈം വാല്യൂ ഓഫ് മണി ഉണ്ട് പഠിക്കാൻ. അത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ചാപ്റ്ററിന്റെ ഇടയിൽ വെച്ച് പഠിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാണ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അശ്വതിയൻ, റിൻസി, എനി ഡൗട്ട്സ്? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്, കംപ്ലീറ്റ് റെഡി ആണല്ലോ. അത്ര ഉള്ളൂ കേട്ടോ സംഭവം. ഇതിങ്ങനെ പറഞ്ഞത് അങ്ങോട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി പഠിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും, എന്നാലും ഞാൻ ഒന്നും കൂടി എഴുതിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. നമുക്ക് നമ്മളെ എപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറേയൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ആണ്. നമ്മൾ അധികം ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യില്ല, കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പഠിച്ചു പോകുക കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയ സാധനമാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, പ്രോഫിറ്റും പ്രോഫിറ്റബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, പ്രോഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ കയ്യിലുള്ള ഫോൺ ഇപ്പൊ വിറ്റാൽ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് 5000 രൂപയാണ്. അതിനെയാണ് പ്രോഫിറ്റബിലിറ്റി പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി എന്താ? എനിക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയെ പറയുന്നതാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടിയ പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. വിറ്റിട്ട് എനിക്ക് 3800 കിട്ടിയിട്ടുള്ളൂ, അവർ ബാർഗൈൻ ചെയ്തു, എനിക്ക് ആകെ 3800 കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റിനാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്നാൽ ഏൺ ചെയ്ത എമൗണ്ടിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എഴുതി വെക്കുക സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി.
അയ്യോ എനിക്ക് നെറ്റ് കട്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. വോയിസ് കേൾക്കുന്നുണ്ടോ? Yes, sir. അതെ, ഇലക്ട്രിസിറ്റി പോയിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. അശ്വതി എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കി. വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ.